നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമ്പാനൂരിലെ ലോഡ്ജിൽ പെൺ സുഹൃത്തിനെ കൊന്ന് 52കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പേയാട് പനങ്ങോട് ആലന്തർകോണത്ത് സ്വദേശി സി കുമാർ, പേയാട് ചെറുപാറ SR ഭവനിൽ സുനിൽകുമാറിന്റെ ഭാര്യയും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ കരാർ തൊഴിലാളിയുമായ ആശ എന്നിവരാണ് മരിച്ചത്. ആശയെ കുമാർ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായാണെന്ന് പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച മുറിയെടുത്ത കുമാർ ആശയെ ആക്രമിക്കാനായി ചെറുതും വലുതുമായി 3 കത്തികളാണ് വാങ്ങി സൂക്ഷിച്ചിരുന്നത്. ആശയെ കഴുത്തിന് കുത്തേറ്റ നിലയിലും കുമാറിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത്. KSRTC ടെർമിനലിന് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം. 3 കത്തികളിൽ മൂർച്ചയേറിയ കത്തിയാണ് കുത്താനായി കുമാർ ഉപയോഗിച്ചത്. കഴുത്തിൽ 4 തവണ കുത്തേറ്റ പാടുകളുണ്ട്. ജീവനെടുക്കാനുള്ള കയറും കുമാർ വാങ്ങി സൂക്ഷിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഇവിടെ കുമാർ മുറിയെടുത്ത ശേഷം ഇരുവരും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തിയ ആശ ഭക്ഷണവും വസ്ത്രങ്ങളും ബാഗിൽ കരുതിയിരുന്നു. നിറയെ വസ്ത്രങ്ങളുമായി എത്തിയ ഇവർ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കരുതുന്നതായും പോലീസ് പറഞ്ഞു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും 3 വർഷം മുമ്പ് സൗഹൃദത്തിലായത്. ആശയിൽ നിന്ന് കുമാർ പലതവണ പണം കടം വാങ്ങിയിരുന്നതായി വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആശയും കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല. ചാനലിലെ ജീവനക്കാരായ ടൂറിസ്റ്റ് ഹോം ഉടമ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിനായി രാവിലെ കുമാറിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചിട്ടും കിട്ടിയില്ല. മുറിയിലെത്തി മുട്ടി വിളിച്ചിട്ടും തുറക്കാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചു. അവരെത്തിയാണ് 7 മണിയോടെ വാതിൽ തള്ളി തുറന്നത്. വാതിലിന് എതിർവശത്ത് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ ആശയുടെയും ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കുമാറിന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. കുത്താൻ ഉപയോഗിച്ച കത്തി കട്ടിലിന് സമീപത്തുണ്ടായിരുന്നു. മുറിയിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും ആശയുടെ ദേഹത്ത് ക്ഷതമേറ്റ പാടുകളും കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ടാണ് കുമാർ ലോഡ്ജിൽ മുറിയെടുത്തത്. ആശയും മുറിയിൽ ഉണ്ടാകുമെന്ന് ലോഡ്ജ് ഉടമയോട് പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ആശ ലോഡ്ജിലെത്തിയത്. പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ജോലിക്ക് പോയ ആശ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് സുനിൽ വൈകിട്ട് അന്വേഷിച്ചിരുന്നു. സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയാണെന്നാണ് അറിഞ്ഞത്. സുനിലിന്റെ പരാതി അനുസരിച്ച് രാത്രി 11-ന് വിളപ്പിൻശാല പോലീസ് കേസെടുത്തു. കുമാർ ഭാര്യയുമായി പിരിഞ്ഞ് 4 വർഷത്തിലേറെ ആലന്തരക്കോണത്ത് ഒറ്റയ്ക്കായിരുന്നു താമസം. ഏകമകൻ ഭാര്യയുടെ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിലാണ്. ആശയുടെ ഭർത്താവ് സുനിൽകുമാർ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. ആശയെ കാണാനില്ലെന്ന് ഭർത്താവ് വിളപ്പിൻശാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇവർ തമ്മിൽ ദീർഘകാലമായ സൗഹൃദം ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ശനിയാഴ്ച രാവിലെ 5:30 മണിക്കാണ് ഇവരെ വീട്ടിൽ നിന്നും കാണാതായത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് ഇവരെ കാണാനില്ലെന്ന പരാതി ഭർത്താവ് സുനിൽകുമാർ വിളപ്പിൻ പോലീസിന് നൽകിയത്. ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മരണ വാർത്ത എത്തിയത്. ഫോണിലും മറ്റും കിട്ടാത്തതിനെ തുടർന്നാണ് ആശയെ കാണാനില്ല എന്ന പരാതി ഭർത്താവ് നൽകിയത്. ചുമരിനോട് ചേർന്ന് തറയിലായിരുന്നു ആശയുടെ മൃതദേഹം. ആശയെ കഴുത്തിൽ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. കുമാറിന്റെ കയ്യിലെ മുറിവ് ഇതിനിടയിൽ സംഭവിച്ചതാകാമെന്ന് പോലീസ് പറഞ്ഞു. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ലോഡ്ജിലെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പൊതുവെ അന്തർമുഖനായ സ്വഭാവമുള്ളയാളാണ് കുമാർ എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.